ഇവിടെ കുറേ ബാഗ് ഡ്രസ്സ്. ഇതിനാണ് എനിക്ക് ചാവി തരാണ്ടിരുന്നത്. ഹെൽമെറ്റ്, ഏതോ ഒരു ചെക്കൻ്റെ ഹെൽമെറ്റ്. ഒരു ദിവസം ഇവിടെ അർമാതി എന്നിട്ട് റൂമ് പൂട്ടിയിട്ട് ഡ്രസ്സുണ്ട്. ഇവിടെ കുറേ ഡ്രസ്സുണ്ട്. കുറേ ചെക്കൻ്റെ ഏതോ ഒരു ചെക്കൻ, മലപ്പുറമുള്ള ചെക്കനാണ് പ്രൂഫ് ഐ ഡിയിലുള്ളത് അല്ലേ. ഇതാ ഇത് ഇവിടെ ഡ്രസ്സ് കാണുന്നുണ്ട്. ഒരു ദിവസം ഇവിടെ തങ്ങി ഇപ്പോൾ ഫുള്ള് തപ്പിയിട്ടാകുമ്പോൾ കിട്ടിയതാണ്. ഇനി ഭയ്യ തെളിവില്ല, ഇനി വല്ല സംശയമാണ് എൻ്റെ എന്ന് പറയുന്ന ആൾക്ക്. ഇവിടെ പല സാധനങ്ങളും ഇവിടുന്ന് കിട്ടി. ഇതൊക്കെ എന്താണ്? ഇത് ശരിക്കുതാ ജാക്കറ്റ് ഇവിടെ നിന്നതിൻ്റെ തെളിവാണ്. സംഭവം ഞാൻ ഇന്ന് വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൂട്ടിയിട്ട് ചാവിയും തരാണ്ട് എന്നെ കാണാണ്ട് ഹൈഡായി. വീട്ടിൽ ഞാൻ പോയിട്ട് വീട്ടിലും ഇല്ല. വീട്ടുകാർ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. ഫസ്റ്റ് പറഞ്ഞ വീട്ടിലുണ്ട്, പിന്നെ പറയുന്നത് വീട്ടിലില്ല, അറിയില്ല. ആ ചെക്കൻ്റെ ഒക്കെ കറങ്ങാണിപ്പം. അപ്പോൾ ഇങ്ങനത്തെ പെണ്ണിനെ ഞാൻ വെച്ചിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാരണം കൊണ്ടാണ് ഞാൻ അവളെ ഒഴിവാക്കണത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിന്. അപ്പോൾ അതിന് വയ്യ. നിങ്ങൾ ഇത് ചില സമയം എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോ ചില സമയം എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇത് എൻ്റെ മുന്നിൽ ഇപ്പോൾ 3 ദിവസമായിട്ട് അവൾ മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഈ മെസ്സേജ് ചാറ്റ് ഞാൻ പിടിച്ചപ്പോൾ എന്നെ വേണ്ട, എന്നെ മടുത്തു എന്നൊക്കെയാണ് റീസൺ പറയുന്നത്. അത് പിടിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയണതും. ചാറ്റിങ് എനിക്ക് ഇഷ്ടമല്ലാത്ത ചാറ്റിങ്ങൊക്കെ കണ്ടുകൊണ്ട് ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് എൻ്റെ ഫ്ലാറ്റിൽ ഇത്രയും സാധനങ്ങൾ ഒരു അറിയാത്ത അന്യപുരുഷൻ്റെ സാധനങ്ങളൊക്കെ എവിടുന്ന് വന്നു. ഇപ്പം പിന്നീട് അവർ പറയും കസിനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഒരു കസിൻ ചെക്കനും വിളിച്ച് അവനോട് എന്ത് പറഞ്ഞതല്ല, മൂന്നാമതൊരുത്തനും കൂടി ഉണ്ടായി, അത് കസിനാണ്. അവനോട് ഈ ദിവസം വേറെ മറ്റുണ്ടാവും. ആ ചെക്കൻ്റെ ഐ ഡി കിട്ടിയോണ്ട് അൽഹംദുലില്ലാ. മലപ്പുറം ജില്ലയിലാണ് ഈ ഐ ഡി പ്രൂഫ് കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പുതിയ ഒരു പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ ആ ചെക്കൻ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള അവൻ്റെ അധികാരം എന്താണെന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും പബ്ലിക്കിൽ മറ്റുള്ളവർ പറയും പെട്ടെന്ന് എന്നെ പുറത്താക്കിയിട്ട് പട്ടിണിക്ക് കിടത്തിയിട്ടാണ് ഇവൾ ഈ അഴിഞ്ഞാടുന്നത്. അപ്പം ഇങ്ങനത്തെ ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അത്രയും വിഷമമുണ്ട്. കാരണം നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ കാണുന്നവരായിരിക്കും എൻ്റെ കുറവ് കൊണ്ടെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. എല്ലാവരുടെ ലൈഫിലും ചില സമയം ഞാൻ കറക്റ്റ് ടൈമിന് ഇതൊക്കെ പിടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അറിയുന്നതും ഞാൻ അതിനുള്ള റിയാക്ഷൻ ചെയ്യുന്നതും. ബാക്കി എല്ലാവരുടെ ലൈഫിലും ചിലപ്പോൾ മറ്റുള്ളവർ അറിയാണ്ട് ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം, ചില ആൾ അറിയാണ്ട് പോകുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഭാര്യനെ എപ്പോഴും കറക്റ്റ് ഫോക്കസ് ചെയ്യും. ഞാൻ ഇന്നേ വരെ ഇമാതിരി ഒരു പെണ്ണിൻ്റെക്ക് ഞാൻ പോയിട്ട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക്. ഇനി അങ്ങനെ നോക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി. എല്ലാ പെണ്ണും ഒരേപോലെ അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ കണ്ടെത്തുന്ന പെണ്ണെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം ചില സമയം റീസൺ പറയും. നമ്മൾ ലോ ആക്കിയിട്ട് കിട്ടുന്നത്, നമ്മൾ മെസ്സേജ് അയച്ചിട്ട് വരുന്ന പെണ്ണുള്ള എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വേറെ ആർക്കും അതേപോലെ മെസ്സേജ് അയക്കാൻ തോന്നും. അതാണ് ചെയ്ത തെറ്റ്. നമ്മൾ വീട്ടുകാരുടെ മുമ്പിൽ ആലോചിച്ച് കിട്ടുക, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അതാകുമ്പോൾ വീട്ടുകാരുടെ മുമ്പിൽ സംസാരിക്കും. ഇപ്പോൾ അവൾ വീട്ടുകാർ സംസാരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ കെട്ടിച്ചില്ലല്ലോ, നമ്മൾ സപ്പോർട്ടില്ലല്ലോ, നമ്മളെ അടുത്ത് സംസാരിക്കണ്ട എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അവളെ ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്കൊന്നും ചോദിക്കാൻ അധികാരമില്ല. എന്നെ വെക്കിട്ട് കയറുകയാണ്, എന്നെ ചീത്ത പറയാം, എൻ്റെ ഇഷ്ടം പോലെ നിയമം എങ്ങനെയുണ്ട്, നമുക്ക് ആരെ കൂടെ വേണോ പോകാൻ, ആ ഒരു ധൈര്യത്തിലാണ് ഈ കളി കളിക്കണം. സോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒന്നും അധികം അതിനെപ്പറ്റി സംസാരിക്കാൻ പിടിക്കാൻ നിൽക്കില്ല. എന്തെങ്കിലും ഈ വീഡിയോ ആവശ്യം വരുന്ന ഇതെടുത്ത് നോക്കണം. ഓക്കെ.